Hello everyone, welcome back to my channel. അപ്പോൾ ഇന്നിതാ ഞാൻ പാൽ കേക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. യൂട്യൂബിൽ ഇടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമായിരുന്നു. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പലതരത്തിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗോതമ്പ് മാവ് വെച്ചിട്ടും അതേപോലെ മൈദ വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഗോതമ്പ് മാവ് വെച്ചിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. മൈദ വെച്ച് നമ്മൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് പലഹാരങ്ങൾ. അപ്പോൾ ഗോതമ്പ് മാവ് വെച്ചിട്ടൊന്ന് നോക്കാമെന്നുള്ള അല്ലേ, കുട്ടികൾക്കൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അത്രയും പഞ്ചസാര, അത് പൊടിച്ചിട്ടും പൊടിക്കാണ്ടും വേണം, ഞാൻ വഴിയെ പറയാം. പിന്നെ പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഒരു മുട്ട, ഞാനിവിടെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കപ്പൊടിയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അത് മുട്ടേൻ്റെ ഒരു മണം മാറി നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് കൂടാണ്ട് നമുക്ക് ബേക്കിംഗ് സോഡയും ഉപ്പും പിന്നെ അതുപോലെ കുറച്ച് കുഴക്കാൻ വേണ്ടി ചെറിയ ഇളം ചൂടുവെള്ളമൊക്കെ ആവശ്യമുണ്ട്, ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന രീതി നോക്കാം. നമ്മൾ ആദ്യം പഞ്ചസാര പാനി തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയെ 1 കപ്പ് വെള്ളം ചേർത്ത് നല്ലോണം അതൊന്ന് അലിഞ്ഞ് വരുന്നൊരു സമയം വേണ്ടുള്ളൂ, പാവൊന്നും ആക്കണ്ട. പഞ്ചസാര പാനി നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ ഈ ഒരു പരുവത്തിലായി അത് തിളച്ച് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ മാവുണ്ടാക്കാം. അപ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ചിട്ടു, അതിനകത്തേക്ക് നമുക്ക് ആ പഞ്ചസാര ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് അതിനെ പൊടിച്ചിട്ട് അത് ഈ മുട്ടയിലോട്ട് ഒരു സ്പൂണ് വെച്ച് മിക്സ് ചെയ്താലും മതി. ബീറ്റ് ഇതുണ്ടെങ്കിൽ വിസ്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ബേക്കിംഗ് സോഡയാണ് ഇട്ടത്, 1/4 ടീസ്പൂൺ, അത് വീഡിയോയിൽ വന്നില്ല. പിന്നെ അതിന് ശേഷം ഒരു നുള്ളു ഉപ്പ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഡ്രോപ്സ്. അപ്പോൾ അതിന് പകരം ഞാൻ പറഞ്ഞു ഏലക്കാപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഗോതമ്പ് മാവ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഇന്നിപ്പോൾ പാൽപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഈ കേക്ക് പാൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ പാലാകുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർക്കില്ല. അത് കുഴക്കുന്ന സമയത്ത് ഇളം ചൂടുള്ള പാൽ കൊണ്ട് തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടത് കാരണം ഞാനിനിയിപ്പം വേറെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. 2-3 ടേബിൾ കുറച്ചൊരു 1/4 കപ്പ് ചൂടുവെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ അളവിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മുട്ടേൻ്റെ മോയ്സ്ചർ വെച്ച് കുഴച്ച് ചപ്പാത്തി പരുവായി കിട്ടില്ല, മൈദ പോലെ അല്ലല്ലോ ഗോതമ്പ് മാവ്. അപ്പോൾ ലാസ്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം കൂടി ആഡ് ചെയ്യേണ്ടി വരും, ഒന്ന് കുഴച്ച് കറക്റ്റ് ചപ്പാത്തി മാവ് പോലെ ആക്കാൻ. പിന്നെ ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ പൊടിയില്ലാതെ പരത്താൻ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ കുറച്ച് പൊടി വെച്ചിട്ട് ഇങ്ങനെ അധികം പ്രഷർ കൊടുക്കാണ്ട് പരത്തണം കേട്ടോ. ഇത് കേക്ക് ഉള്ളിൽ നിന്ന് നല്ല മോയ്സ്ചർ അകത്തോട്ട് കയറേണ്ടതാണ്, അപ്പോൾ ഇത്തിരി സോഫ്റ്റായിട്ട് ഇരിക്കണം. അപ്പോൾ പ്രഷർ അധികം കൊടുക്കാണ്ട് പരത്താം. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചസായിട്ട് ഈ ഒരു റൗണ്ടിൽ ഇങ്ങനെ പരത്തിയെടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ഇഞ്ചോളം കട്ടി ഇരിക്കണം കേട്ടോ, കട്ടിയിൽ തന്നെ പരത്തണം, ചപ്പാത്തി പോലെ നേരിയതാക്കരുത്. നമുക്കിതിനെ മുറിച്ചിട്ട് ഇതിനെ ഫ്രൈ ചെയ്യേണ്ടതാണ്. ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ചെയ്യുന്ന പോലെ പഞ്ചസാര പാനിയിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാ ഞാൻ ഏതായാലും 2 എണ്ണം പരത്തിയെടുത്തതിന് ശേഷം ഇത് ഈ ഒരു ഷേപ്പിലാണ് മുറിക്കുന്നത്. നിങ്ങളടുത്ത് പെട്ടിയപ്പത്തിൻ്റെ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം, കത്തി വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാനിങ്ങനെ ചെറുതായിട്ട് ആക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് അതിന് നടുവിലേക്ക് കൂടി ഒരു വര വരച്ച് കഴിഞ്ഞാൽ അത്രയും പീസസ് കിട്ടും. പിന്നെ ഇത് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ക്വയർ ഷേപ്പ്, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പൊക്കെ വരാൻ വേണ്ടി നമ്മൾ എഡ്ജസിലൊന്ന് കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കോണ് എല്ലാം ഒന്ന് ഇതാക്കി കൊടുക്കാം, അപ്പോൾ കറക്റ്റ് ആ കേക്കിൻ്റെ ഷേപ്പ് കിട്ടും. ഇതാ ഇങ്ങനെ അങ്ങോട്ട് മുറിച്ച് കൊടുക്കണം. നല്ലൊരു തേനൂറുന്ന മാതിരി ടേസ്റ്റാണ് കേട്ടോ, കാരണം ആ മധുരത്തിൻ്റെ പഞ്ചസാര പാനി ഉള്ളിൽ കയറിയിട്ടാകുമ്പം പുറത്ത് കാണാനാണെങ്കിൽ ഒരു തേനൊലിക്കുന്ന മാതിരി ഒരു ലുക്കാണ്, നല്ലൊരു ഗ്ലോസി ലുക്കാണ്. അപ്പോൾ ഉള്ളിലും അതേമാതിരി തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതാ ഇപ്പോൾ കണ്ടോ, ഞാനിങ്ങനെ കൈ വെച്ചിട്ട് എല്ലാത്തിനൊന്ന് ഷേപ്പാക്കി കൊടുത്തു. അപ്പോൾ അത്രയും മാവ് വെച്ചിട്ട് എനിക്ക് ഇത്രയും പീസസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 കപ്പ് കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ കിട്ടും, ഒരു 3-4-5 പേർക്കൊക്കെ കഴിക്കാനുള്ളത് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഇനി നിങ്ങൾ ഏതെങ്കിലും മാവ് അധികം എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ബാക്കിയുള്ള ചേരുവകൾ എടുത്താൽ മതി. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിരിക്കുന്ന എണ്ണ, നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഈ കേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ചീനച്ചട്ടി പോലത്തത് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, ഞാൻ അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇതിലുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അടി ചുവന്ന് വരുന്ന പോലെ തോന്നിയത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അടിക്ക് പിടിക്കാനും ബ്രൗൺ ആവാൻ തുടങ്ങി. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അത് കരിഞ്ഞു പോകാണ്ട് എടുക്കണം. അപ്പോൾ ചീനച്ചട്ടി പോലത്തെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടുമ്പം തന്നെ ആ ചൂടോട് കൂടി തന്നെ പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് വെക്കുക കേട്ടോ.
ഒരു 10-15 മിനിറ്റ്, അതിൽ കൂടുതൽ പഞ്ചസാര പാനിയിലിടണ്ട, അപ്പോൾ ഒരുപാടങ്ങ് സോഫ്റ്റായി പൊട്ടിപ്പോകുന്ന മാതിരിയാവും. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ഇടുമ്പോൾ ഇതുപോലെ നല്ലൊരു തേനൂറുന്ന പോലത്തെ ഗ്ലോസി ലുക്കാണ് കേട്ടോ ഉണ്ടാവുക. പുറത്ത് അകത്തും ആ പാനിയൊക്കെ കയറിയിട്ട് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഈ നല്ലൊരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ, ഗുഡ് ലക്ക് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.